വളരെ ചർച്ച ചെയ്യപ്പെട്ട, ചർച്ച വേണ്ട ഒരു വിഷയമാണ്. ചുരുക്കി പറയുവാനായിട്ട് ശ്രമിക്കുന്നു. വിവാഹത്തിന് പൊരുത്തം നോക്കണമോ എന്നുള്ള ഒരു വിഷയമാണ്. പൊരുത്തം നോക്കി വിവാഹം ജയിച്ച അല്ലെങ്കിൽ വിജയിച്ചവരുമുണ്ട്, അതിൽ തോറ്റവരുമുണ്ട്. കാരണം വിചിത്രം തന്നെയാണ് ജീവിതം. ഇതിൽ അവസാന വാക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതാണ് ശരി എന്നുള്ളത്. ഇതിലേക്ക് ആദ്യം തന്നെ പറയട്ടെ, പൊരുത്തം എപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്താണ് പറയുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അതാദ്യം പറഞ്ഞ ശേഷം നമുക്ക് പൊരുത്ത വിഷയത്തിലേക്ക്, ജ്യോതിഷ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാം. കാരണം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പൊരുത്തം നോക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ശ്രീരാമൻ സീതയെ പൊരുത്തം നോക്കിയാണോ വിവാഹം കഴിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ശ്രീകൃഷ്ണൻ്റെ വിവാഹവും അത് തന്നെയാണ്. പക്ഷെ നാം ശ്രീകൃഷ്ണനാണോ ഇല്ലെങ്കിൽ നാം ശ്രീരാമനെ പോലെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടും. അതായത് നമ്മുടെ മനസ്സ് ആ സെൻറ്റിമെൻറ്റിലേക്ക്, ഒരു പ്രത്യേക ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാം നമ്മെ പലരുമായിട്ട് കമ്പയർ ചെയ്ത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട് നാം ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നാം അതിനെ ന്യായീകരിക്കാം. കാരണം നമ്മളെല്ലാവരും ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ആ ന്യായീകരണം ഏതിലേക്കാണെന്ന് കൂടി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ധർമ്മശാസ്ത്രത്തിൽ ബന്ധുശീല ലക്ഷണ സമ്പന്നഃ ശ്രുതവാൻ അരോഗഃ ഇതി വരസമ്പത്ത്. ഇത് ബോധായന മഹർഷി പറഞ്ഞതാണ്. ഇപ്പോൾ ധർമ്മശാസ്ത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പറഞ്ഞു. ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. ബന്ധുശീല ലക്ഷണ സമ്പന്നഃ, ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവണം. ഒരു മകളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകരുത്, ഒരുപാട് പേരുണ്ടാവണം. കാരണം മനസ്സ് ദുഃഖത്തിലേക്ക് ചലിക്കില്ല. അപ്പോൾ അവിടെ ഒരു ആഘോഷം പോലെ ആവും കുറേ പേർ ഉണ്ടെങ്കിൽ. ഇന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. ആ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞതിനെ പറയുന്നു. നല്ല ഗുണമുള്ളവനാകണം, ലക്ഷണമുള്ളവനാകണം. ശ്രുതവാൻ, പഠിച്ചിരിക്കണം, വേദം പഠിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് അത് നല്ലവണ്ണം അറിവ് സമ്പാദിച്ചിരിക്കണം എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതെല്ലാം കാലദേശമനുസരിച്ച് നമുക്ക് മാറ്റപ്പെടണം. ഇല്ലെങ്കിൽ ഇതിൽ കാര്യമില്ല. കാരണം നമുക്കത്രയും ഒരു സ്വാതന്ത്ര്യം സനാതന ധർമ്മം തന്നിട്ടുണ്ട്. അല്ലാതെ ഒരു 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരേ കാര്യത്തെ അതുപോലെ ഇന്ന് അപ്ലൈ ചെയ്യാനായിട്ടല്ല. രാമൻ്റെ കാലത്ത് MRI സ്കാനൊന്നുമില്ല എന്ന് കരുതി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതവാൻ, നല്ലവണ്ണം പഠിച്ചിരിക്കണം. അരോഗഃ, രോഗമില്ലാത്തവൻ. അതായത് മേജർ ഡിസീസിനെയാണ് ഉദ്ദേശിച്ചത്. ഇനി പനിയും ജലദോഷവുമാണെന്ന് ദയവ് ചെയ്ത് അതിലേക്കൊന്നും ടാഗ് ചെയ്യരുത്. ഇത് വരൻ, ഒരു വരൻ്റെ ഗുണങ്ങളാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആശ്വരായന മഹർഷി വേറൊന്ന് പറഞ്ഞു. ബുദ്ധിമതേഹേ കന്യാം പ്രയച്ഛേത്, ബുദ്ധിയുള്ളവന് കൊടുക്കടാ, നിൻ്റെ മകളെ ബുദ്ധിയുള്ളവന് കൊടുക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ പല ആൾക്കാരും ഒരു 7 കാര്യങ്ങൾ, കുലം, ഗുണം, ഇതുപോലെയൊക്കെ പരീക്ഷിച്ച്, ഏതാൻ സപ്തപരീക്ഷ്യ, പ്രമാണം ഓർമ്മ വരുന്നില്ല, യമൻ പറഞ്ഞതാണ്. അത് പരീക്ഷിച്ച ശേഷം, പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ച ശേഷം, ഇന്ന് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അവരുടെ ചുറ്റുപാടൊക്കെ മനസ്സിലാക്കുന്നു, എന്നിട്ടാണല്ലോ നാം കൊടുക്കുന്നത്. അത് തന്നെയാണ് പരീക്ഷണം. അതിനുശേഷം മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹത്തിന് ആദ്യം മാതാപിതാക്കളുടെ സമ്മതമാണോ വേണ്ടത്, അല്ല മകളുടെ സമ്മതമാണോ വേണ്ടത് എന്ന ചോദ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നമുക്ക്, കാരണം ഈ ടോപ്പിക്ക് കുറച്ചുകൂടി പറയുവാനുണ്ട്. ഇത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. നമസ്കാരം.